വെൽക്കം ബാക്ക് ടു ആർക്കിനിക്സ്. നീറ്റ് 2023 വേറെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അബൌട്ട് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടേഴ്സ് ഓർ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. ഫസ്റ്റ് തന്നിട്ടുള്ളത് ദിസ് ഡിസോർഡർ വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലാങ്ഡൺ ഡൗൺ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ പേരിൽ തന്നെ ഡൗൺ. അപ്പോൾ ലാങ്ഡൺ ഡൗൺ എന്താ ഡിസ്ക്രൈബ് ചെയ്തത്? ഡൗൺ സിൻഡ്രോം. അപ്പോൾ ക്ലിൻഫെൽട്ടേഴ്സ് എന്താ? ക്ലിൻഫെൽട്ടേഴ്സ് ഡിസീസ് ആരാ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹാരി ക്ലിൻഫെൽട്ടർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, ഒരു ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്, പൊട്ടത്തെറ്റ്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഓപ്ഷൻ നോക്കാം. എ ആൻഡ് ബി കറക്റ്റ്. ഇപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1 ഇല്ല 4 ഇല്ല, കാരണം അതൊക്കെ എ കറക്റ്റാന്ന് പറയുന്നുണ്ട്. സച്ച് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ഓവറോൾ മസ്കുലിൻ ഡെവലപ്മെന്റ്. ഓക്കെ, ഹവർ ദ ഫെമിനൈൻ ഡെവലപ്മെന്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ്. എന്താ ഫെമിനൈൻ ഡെവലപ്മെന്റ്? ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു വുമൺ, ഓക്കെ, അല്ലെങ്കിൽ ലേഡീസ്. മാസ്റ്റിയ മീൻസ് ബ്രസ്റ്റ്. അപ്പം ഈ മെയിൽസിൽ എന്ത് വരും? ഗൈനക്കോമാസ്റ്റിയ, അതായത് ഫീമെയിൽ ബ്രസ്റ്റിൽ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അതായത് ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബി എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ബി കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ഉള്ളൂ. ബാക്കിയൊന്നും കൂടി നോക്കാം. ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഇസ് ഷോർട്ട് സ്റ്റേച്ചർഡ്. ഒരിക്കലല്ല, അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഭയങ്കര ടോൾ ആയിരിക്കും. ഓക്കെ, അപ്പം സി എന്ന് പറയുന്നത് ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഫിസിക്കൽ സൈക്കോമോട്ടർ മെന്റൽ ഡെവലപ്മെന്റ് ഇസ് റിട്ടാർഡ്. ഒരിക്കലല്ല. ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അത് ക്ലൈൻഫെൽട്ടേഴ്സ് ഐക്യു എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. പക്ഷേ ഡൗൺ സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? മെന്റൽ റിട്ടാർഡ് ആയിരിക്കും. ടേണർ സിൻഡ്രോം ഐക്യു നോർമൽ ആയിരിക്കും. ആർക്ക് മാത്രമേ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവുള്ളൂ? ഡൗൺ സിൻഡ്രോം പേഷ്യൻസിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവുള്ളൂ. ക്ലൈൻഫെൽട്ടേഴ്സിന് മെന്റൽ റിട്ടാർഡേഷൻ ഇല്ല. ടേണർ സിൻഡ്രോത്തിന് എന്തില്ല? മെന്റൽ റിട്ടാർഡേഷൻ ഇല്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് ഡി എന്ന് പറയുന്നത് പൊട്ടത്തെറ്റ്. സച്ച് ഇൻഡിവിജ്വൽസ് ആർ സ്റ്റെറൈൽ. കാരണം ടെസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്? അടിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റിക്കുലർ ഡിസ്ജനസിസ് എന്നാണ് പറയുക. ടെസ്റ്റിസ് അടിച്ചു പോകുന്നതുകൊണ്ട് ആ പേഷ്യൻ്റ്, ഓക്കെ, ആ വ്യക്തി എന്തായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഇ എന്താണ്? അതിന് സ്റ്റേറ്റ്മെന്റ് ഇ എന്താണ്? കറക്റ്റ് ആണ്. ബി ആൻഡ് ഇ കറക്റ്റ് ആണ്. സി എന്തല്ല? കറക്റ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആൻസർ.